കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, അടിച്ച്. യെസ്. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളൊരു പുതിയ ഫ്രോഗായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഫ്രോഗ് നിങ്ങൾക്ക് ഇവിടെ കണ്ടു പരിചയമുണ്ടോ? ഞാനിവിടെ സൈഡിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം. കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ഫ്രോഗിനെ നമ്മൾ മൊത്തത്തിലൊന്ന് കളർ ചെയ്ത് ടോട്ടലി ബ്ലാക്ക് കളറിൽ കുറച്ച് എന്താ പറയുക പുള്ളിയൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളിത് കളർ മാറ്റാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമുക്ക് ബ്ലാക്ക് കളർ ഫ്രോഗിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആക്കിയത് കൊണ്ട് നമുക്ക് എത്രത്തോളം റിസൾട്ട് ഇതിൻ്റെ ഒറിജിനൽ കളറിൽ നിന്നും എത്രത്തോളം റിസൾട്ട് നമുക്ക് ബ്ലാക്ക് കളറിന് കിട്ടുമെന്ന് നമുക്കിന്ന് കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. കണ്ടല്ലോ, നല്ലതാ. അവിടെയൊക്കെ മീൻ ചിറവറാക്കാൻ അറിയുന്നുണ്ട്. നമ്മുടെ ഈ കളർ ചെയ്ത് മിക്കവാറും കുറച്ച് സമയം മാത്രമേ നിൽക്കൂ. കാരണം ഒരു 5-6 വലിക്കുമ്പോഴേക്കും മിക്കവാറും എൻ്റെ കളറൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിച്ച്. അയ്യോ, ഫസ്റ്റ് സ്ട്രൈക്ക് കേട്ടോ, ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി. ഓക്കെ, മീൻ മിസ്സാണ്. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ അടുത്ത തവള. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫിഷിങ്ങിന് വരുന്ന സമയത്ത് നമ്മുടെ ടൈം കുറേ വേസ്റ്റായി പോകുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം ഇതേപോലെ തവള വിഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഇതിനെ വായിന്ന് എടുക്കാൻ പറ്റില്ല. മെയിൻലി എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ്ലി തവളേനെ കൈ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിട്ട് ഇങ്ങനെ കുലുക്കി അതിൽ നിന്ന് എടുത്ത് കളയുന്നത്. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ വായിന്ന് ഇളകി വരാറുണ്ട് പൊതുവേ ഫ്രോഗ്. ഇവിടുന്ന് അടിക്കുന്ന അടി എന്ന് പറയുമ്പോൾ അമ്മാതിരി അടി കേട്ടോ. ഇതെന്താ സംഭവം? കുറച്ച് കോഴിയുടെ കുടലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് കണ്ടല്ലോ, വേസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ കുറേ എന്താ പറയുക ചാനലിൽ ഞാൻ സ്ഥലം കറക്റ്റ് ചെയ്യാൻ എപ്പോഴും പറയാത്തത്. അതുകൊണ്ടാണ്. കാരണം നല്ല രീതിയിൽ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടത് ഇത്ര അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വേസ്റ്റ് ഇടാൻ തുടങ്ങിയാൽ തന്നെ സ്ഥലത്തിൻ്റെ അവസ്ഥ കുറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പലപ്പോഴും, എന്നിരുന്നാലും ഞാൻ കമൻസിൽ ചോദിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു തരാറുണ്ട് പൊതുവെ. സോ അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടാണ്. കിട്ടാനാണ് പണി. യെസ്, കിട്ടി. അടിച്ചു ഗൈസ്, അടിപൊളി.
ഓക്കെ, നമുക്കേതായാലും വെയിറ്റ് നോക്കാം മീനിൻ്റെ. അതേപോലെ തന്നെ ആദ്യം വായുന്നത് എടുക്കട്ടോ. കണ്ടല്ലോ, തറച്ച് കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഹുക്കപ്പ് തന്നെ കേട്ടോ. നമുക്കിതിൻ്റെ വെയിറ്റ് നോക്കാം. തൊണ്ണൂറ്റി 50 ഗ്രാം കേട്ടോ, ഏകദേശം 1 കിലോന് എടുത്ത്. ഞാൻ പറഞ്ഞ കളറെല്ലാം പോയിട്ടോ. കളർ പോയി എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ 2 കോട്ട് അടിച്ചു. ഫസ്റ്റ് ഒരു പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ഞാൻ നല്ല രീതിയിലൊന്ന് കളർ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. രണ്ടാമത് അതിന് മുകളിൽ ഒരു ആക്രിലിക് കളറും കൂടിയിട്ട്. അപ്പോൾ 2 കളർ ചെയ്താണ്. ആക്രിലിക് കളർ ഏകദേശം പോയി, പെർമനൻറ്റ് മാർക്കർ ഉണ്ട് കേട്ടോ അതിൽ കളർ. കുഴപ്പമില്ല, കുറച്ച് എഴുതിയിടാ കിട്ടിയിടാ. ഇന്ന് അങ്ങോട്ടുണ്ടോടാ. അടിപൊളി. നീ പോണ്ടാട്ടാ, നീ ഇവിടെ തന്നെ എന്തോ. അടിപൊളി. 1.5 കിലോ ഉണ്ടാവും അല്ലേ? സെറ്റ്. അങ്ങോട്ട് ഉണ്ടോ അവിടെ? പടച്ച് ചുണ്ട് കയറി. സെറ്റ്. എല്ലാ സൈസ് പിടിച്ചെടുക്ക്, ഫോട്ടോ എടുക്കാം. ഇപ്പം ഇങ്ങനെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്കിതിൻ്റെ വെയിറ്റ് നോക്കാം. ഓക്കെ, ഒന്നേ 90 അല്ലേ? 1.90. ഹലോ, ഞാൻ ദേവനന്ദൻ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ 2 മീനുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മളെ വീടിനടുത്തുള്ള ഒരു ചേട്ടനാണ് പൊതുവേ മീൻ എടുക്കാറുള്ളത്. പിന്നെ നമ്മളും ഈ മീനൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമുക്കുള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പുള്ളിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പുള്ളി മീൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇതിനെ നമുക്കൊന്ന് വളർത്തി നോക്കാമെന്ന് വിചാരിച്ച് താൽക്കാലികമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിലാണ് ഞാൻ കീപ്പ് ചെയ്തത്. പക്ഷേ നമുക്കറിയാം ഈ മീൻ നല്ല രീതിയിൽ ചാടുന്നൊരു മീനാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എയർ എടുക്കാൻ പാകത്തിനൊരു ഗ്യാപ്പ് കീപ്പ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു ടൈലിൻ്റെ പീസ് ഞാൻ എടുത്തു വെച്ചു. പക്ഷേ മീൻ ചാടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാടുന്ന സമയത്തൊക്കെ ടൈലിനിട്ട് നല്ല രീതിയിൽ അടിച്ചടിച്ച് ഇതിൻ്റെ നെറ്റിയുടെ മുകളിൽ തൊലി നല്ല രീതിയിൽ ഇളകി വരാൻ തുടങ്ങി. അപ്പോൾ അതുമാത്രമല്ല, മീൻ നല്ല രീതിയിൽ ടയേർഡും ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും മീനൊന്നും എടുക്കുന്നില്ല, അപ്പോൾ വെറുതെ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ചത്തുപോകുന്നതിനേക്കാളും നല്ലത് അതിനെ തിരിച്ച് വിട്ടുകളയാവുന്ന തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ആ മീനിനെ റിലീസ് ചെയ്തത്.